ഹായ്, നമുക്കിന്നൊരു ബ്രെഡ് ബർഗർ ഉണ്ടാക്കാം. അതിനായിട്ട് ഒരു ഉരുളക്കിഴങ്ങ്, അര സവാള, എന്നിട്ട് ഉപ്പ്, മഞ്ഞൾ, കുറച്ച് മുളക് പൊടി, മസാല ഇതെല്ലാം കൂടി ഇട്ട് തിളപ്പിക്കുക. അതിലേക്ക് ഒരു ബ്രെഡ് ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇത്രയാണ് നമ്മുടെ മിക്സ്ചർ. അതൊരു മിക്സിയിലിട്ടിട്ട് അത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുക. ചതച്ചെടുത്താൽ മതി. അപ്പോൾ ഈ ഒരു പരുവത്തിൽ നമ്മൾ ചതച്ചെടുക്കണം. ഇത് നമുക്ക് ഒന്ന് ഉരുട്ടി അതൊന്ന് പ്രസ് ചെയ്യാൻ പറ്റുന്ന ഒരു വിധത്തിലാവണം. അപ്പോൾ ഉരുട്ടി നമ്മൾ പ്രസ് ചെയ്യുമ്പോഴാണ് നമ്മൾ ആ ഒരു കട്ട്ലറ്റിൻ്റെ ഷേപ്പ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത്. എന്നിട്ട് ഇപ്പം നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന കട്ട്ലറ്റ് ഒരു മുട്ട ബീറ്റ് ചെയ്തത്, പിന്നെ ഒരു 2 ബ്രെഡ് പൊടിച്ചത്, ഇത്രയും റെഡിയാക്കി വെക്കണം. ഈ കട്ട്ലറ്റ് മുട്ട ഇങ്ങനെ നമ്മൾ മിക്സ് ചെയ്തതിനകത്തും ബ്രെഡിൻ്റെ പൊടിയിലേക്കും ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം. നമുക്ക് പൊരിച്ചെടുക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്തേക്കുന്നത്. ഇത് ഞാൻ ഒരു 2 ബ്രെഡ് പൊടിച്ചതും ഒരു മുട്ട ബീറ്റ് ചെയ്തതുമാണ് വെച്ചേക്കുന്നത്. പിന്നെ ഒരെണ്ണത്തിന് ഒരു ജാറിലേക്ക് ഒരു പുഴുങ്ങിയ മുട്ട, കുറച്ച് പാല്, ഉപ്പ്, കുരുമുളക് ഇത്രയും ഒന്ന് അരച്ചെടുക്കുക. നമ്മൾ മാങ്ങ ഇത് നമ്മൾ വെച്ചേക്കുന്ന കട്ട്ലറ്റിൻ്റെ അത് പാറ്റി നമുക്ക് വരെ പറയാം. അത് നമുക്ക് എണ്ണയിലിട്ടൊന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ ഇത്രയുമാണ് ഞാൻ കട്ട്ലറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ കുറച്ച് ബ്രെഡ് ചൂടാക്കിയെടുക്കാം. ഒരു ബ്രെഡിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു കട്ട്ലറ്റ് വെക്കുക. പിന്നെ ഒരു അര സവാളയും ഒരു തക്കാളി എടുത്തേക്കുന്നത് നമുക്കിതിനകത്ത് ഫില്ല് ചെയ്യാൻ വേണ്ടി. ഒരു ബ്രെഡ് എടുക്കുക, ഒരു കട്ട്ലറ്റ് അതിനകത്തേക്ക് വെക്കുക. നമുക്ക് ഒരു തക്കാളി വെക്കാം, പിന്നെ കുറച്ച് സവാള വെക്കാം. എത്ര സവാള വേണോ എത്ര തക്കാളി വേണോ നിങ്ങൾക്ക് തീരുമാനിക്കാം. ഞാനിവിടെ ഒരു തക്കാളി എടുത്തിട്ടുള്ളൂ, കുറച്ച് സവാള ഒരു തക്കാളി എടുത്തിട്ടുള്ളൂ. പിന്നെ നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന മയണൈസും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഇടാം. കൂടുതലും ഇടാം, കുറച്ചും ഇടാം, ഇഷ്ടമുള്ള പോലെ നിങ്ങളുടെ ഇഷ്ടം. എന്നിട്ട് അത് അടച്ചു വെക്കുക. റെഡി.